ഈ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിലവിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്തു, അമീർ ഖാൻ മുത്തക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു ദിയോബന്ദ് എന്ന് പറഞ്ഞ ആ ഒരു UP-യിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർക്ക് കിട്ടിയ ആ ഒരു ഊഷ്മളമായ സ്വീകരണം, ഇതിൻ്റെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം, ഇന്ത്യ എന്താണ് അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ലക്ഷ്യമിടുന്നത്, ഇതിൽ അത്രമാത്രം വിഷയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ക്രാക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ഒരു ചെറിയ പോയിന്റ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് പോകാം. ഇപ്പോൾ നിലവിൽ ട്രംപ് ഇന്ന് രാവിലെ ഒരു പ്രഖ്യാപനം, അതായത് ചൈനയുടെ കാല് പിടിക്കുകയാണ്. ഇന്ത്യക്ക് ഞങ്ങൾ ഭീമമായ രീതിയിലുള്ള താരിഫുകൾ ഇനിയും കൊണ്ടുവരും, റഷ്യൻ ഓയിൽ ഇതേപോലെ വാങ്ങിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾ താരിഫ് കൊണ്ടുവരും എന്നുള്ള ഭീഷണിയാണ് ഇപ്പം അമേരിക്ക ഇന്ത്യക്കെതിരെ ഉയർത്തുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. പലരും ഇവിടെ അമേരിക്ക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ റഷ്യൻ ഓയിൽ ഇന്ത്യ നിർത്തി കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പടച്ചു വിടുന്നുണ്ട്. അതെല്ലാം ഫേക്ക് നറേറ്റീവ്സ് ആണ്. അതായത് കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ഇന്ത്യക്കെതിരെ കിട്ടുമോ, അപ്പോൾ അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് ഒരു വാർത്തയാക്കി ഇങ്ങനെ 2 ദിവസത്തേക്ക് ഇങ്ങനെ ലൈം ലൈറ്റിൽ വെച്ചേക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അന്നോട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരിക്കലും റഷ്യൻ ഓയിൽ ആ രീതിയിൽ കുറയ്ക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ഉറച്ച തീരുമാനമാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ നിലപാടാണ്. അത് ഇന്ത്യയുടെ അഭിമാനമാണ്. അത് അങ്ങനെ പെട്ടെന്നൊന്നും പോയി നിർത്താൻ പറ്റുന്ന സാധനമല്ല എല്ലാവരും വിചാരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ എടുത്ത് പറയേണ്ടി വരുന്നത്. അതാണ് നമുക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യേണ്ടി വരുന്നത്. റഷ്യൻ ഓയിൽ നിർത്തിയോ ഇന്ത്യ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തിയില്ല. അതുപോലെ UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല. അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ ഇന്ത്യക്കെതിരെ പലതരത്തിലുള്ള നറേറ്റീവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റഷ്യൻ ഓയിൽ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും ഇന്ത്യ ഇരട്ടിയിലധികം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മേടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇരട്ടിയിലധികം പർച്ചേസിങ് നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് ബ്ലൂംബർഗ് ഇപ്പം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പർച്ചേസിങ്ങിന് തുടർച്ചയായിട്ട് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പലരും വന്നിട്ട് ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് നിർത്തും, ഞാൻ പറഞ്ഞില്ലേ അത് നിർത്തും എന്നൊക്കെ വന്നിങ്ങനെ ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം ട്രംപ് ഒരു പോളിസി വെച്ചിരുന്നു. അതായത് ഇന്ത്യയെ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ സൈഡിൽ വലിച്ചിട്ട് ചൈനയ്ക്കെതിരെ ഒരു വ്യാപാര യുദ്ധം തുടങ്ങാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യം നോക്കിയായിരുന്നു. പക്ഷെ നടന്നില്ല. ഇന്ത്യ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പം നേരെ ചൈനയെ അവരുടെ സൈഡിലേക്ക് വലിച്ചിട്ട് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈന ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്, ചൈനയെ ഞാൻ കൂടുതൽ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഷീ ജിൻപിങ്ങിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ വേണ്ടി ഞാൻ പോവാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? റെയർ എർത്ത് എലമെൻറ്റ്സ്. ചൈന അമേരിക്കയുടെ നെക്കിലാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് 12 ഇനം റെയർ എർത്ത് എലമെൻറ്റ്സ്. ഒരു സാഹചര്യം വെച്ചാലും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള കാലുപിടുത്തമാണ് ട്രംപ് തുടരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യക്കെതിരെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അട്ടർ ഫെയിലിയറാണ്, നോൺസെൻസ്. അത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് ട്രംപ് വൈറ്റ് ഹൗസിലിരുന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇനി അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്ന കളി, ഇത് വെറും കളിയല്ല. ഇത് അഫ്ഗാനിസ്ഥാനും ഗുണമുള്ള പരിപാടിയാണ്, ഇന്ത്യക്കും നല്ല രീതിയിൽ ഗുണമുള്ള പരിപാടിയാണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കേണ്ടത് പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ വർഷങ്ങളായിട്ട് ഇന്ത്യക്കെതിരെ ഇറക്കിയിരുന്ന ഒരു കാർഡാണ് ഇസ്ലാമിക് കാർഡ്. അതായത് മതം, റിലിജ്യൻ, ഇത് വെച്ചിട്ടുള്ളൊരു കാർഡ്, ഇത് വെച്ചിട്ടുള്ളൊരു കളിയാണ് മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ. അതായത് ഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള, കുത്തിത്തിരിപ്പ് നടത്താനുള്ള ഒരു കാർഡായിട്ട് പാകിസ്ഥാൻ ഇത്രയും കാലം കൊണ്ടു നടന്നിരുന്ന ഒരു കാർഡാണ് ഇസ്ലാമിക് കാർഡ്. അങ്ങനത്തെ പാകിസ്ഥാൻ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു ശ്രമമുണ്ട്. അതാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ നടത്തിയ ആ ഒരു നയതന്ത്ര ബന്ധവും. 7 വർഷം കൊണ്ട് ഇന്ത്യ ശ്രമിക്കുകയാണ്. ഏതാണ്ട് $3 ബില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ കൊടുത്തിരിക്കുന്ന എല്ലാ സഹായങ്ങളും പീപ്പിൾ ടു പീപ്പിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളാണ്. ഫോർ എക്സാമ്പിൾ വിൻ്റർ ക്ലോത്ത്സ് ആയിക്കോട്ടെ. വിൻ്റർ ക്ലോത്ത്സ് എല്ലാം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെയാണ്, ഇന്ത്യയുടെ സ്റ്റാമ്പോട് കൂടി തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം പോകുന്നത്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഗോതമ്പ്, വീറ്റ് പോലത്തെ സാധനങ്ങൾ 500 മെട്രിക് ടണ്ണൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ. അതുപോലെ തന്നെ അവരുടെ മെഡിസിൻസ്, വാക്സിൻസ്, ഇങ്ങനെ പല മേഖലകളിൽ ഇതിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഇന്ത്യ കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. അതിലുപരിയായിട്ട് അവർക്ക് വേണ്ട പ്രോജക്റ്റുകൾ ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, വെറുതെ നമ്മൾ കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇല്ല, എല്ലാ രാജ്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അവരുടെ ഓൺ ബെനിഫിറ്റ് അവർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ എന്ത് നേട്ടമാണ് അഫ്ഗാനിസ്ഥാൻ മുഖാന്തരം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളതാണ് നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത്. പാകിസ്ഥാൻ്റെ ഈ രീതിയിലുള്ള ഇന്ത്യക്കെതിരെയുള്ള ഈ ഒരു ഇസ്ലാമിക വിരുദ്ധർ എന്നുള്ള രീതിയിലുള്ള നറേറ്റീവ്, അത് ഇന്ത്യക്ക് തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിമുകൾക്കെതിരെയുള്ള ആക്രമണം ഇന്ത്യയിൽ കൂടുതലാണെന്നാണ് എപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞു വെക്കുന്ന നറേറ്റീവ്സ്. ഇതിനൊരു യാഥാർത്ഥ്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യക്കുള്ളിലാണെങ്കിൽ നമ്മളുടെ ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ
ഭയങ്കര വെർസറ്റൈലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ നാട്ടിൽ ഇടകലർന്നാണ് ജീവിക്കുന്നത് എല്ലാ മതക്കാരും. നമ്മളുടെ ഡെമോഗ്രഫി തന്നെ അത്തരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെമോഗ്രഫിയാണ്. പക്ഷെ നേരെ മറിച്ച് പാകിസ്ഥാൻ്റെ ഉള്ളിൽ അങ്ങനെയല്ല. പാകിസ്ഥാൻ്റെ മെജോറിറ്റി മുസ്ലിംസാണ്. ആ മുസ്ലിംസിൻ്റെ ഉള്ളിൽ ചില വകഭേദങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിനുള്ളിലെല്ലാം തന്നെ അവരെല്ലാം തന്നെ ഒരേ രീതിയിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. മൈനോറിറ്റികളെ അവർ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്ക് ഐസോലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ അതേസമയം ഇന്ത്യക്കുള്ളിൽ രണ്ട് അയൽവാസികൾ തമ്മിൽ തർക്കമോ അടിയോ ബഹളമോ എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ചോ, ഒരുപക്ഷെ ഈ രണ്ട് അയൽവാസികളും തമ്മിൽ ഒരു ഹിന്ദുവോ മുസ്ലിമാനോ ആവാം, അതുപോലെ ഒരു ക്രിസ്ത്യനും മുസ്ലിംസ് ആവാം, ഒരു ക്രിസ്ത്യനും ഹിന്ദു ആവാം, ഈ രണ്ട് അയൽവാസികളും തമ്മിൽ. അപ്പോൾ ആ സമയത്ത് ഈ വഴക്ക് വരുന്നത് തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിലല്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിർത്തി തർക്കമായിരിക്കാം, ചിലപ്പോൾ വീട്ടിന് മുന്നിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ വിഷയമായിരിക്കാം. അങ്ങനെ പല സോഷ്യൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇത് കയ്യാങ്കളിയായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇതിനെ മതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. സൊസൈറ്റി പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളിൽ ഈ പത്രങ്ങളും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാണ്ട് നറേറ്റീവ്സ് അങ്ങനെ തന്നെ കൊടുക്കും. അപ്പോൾ ഈ പേരുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഇതാ ഹിന്ദു മുസ്ലിമിനെ അടിച്ചു, മുസ്ലിം ഹിന്ദുവിനെ അടിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യാനി മുസ്ലിമിനെ ഉപദ്രവിച്ചു, ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. ഇതൊക്കെ എടുത്തുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇതേ ഇഷ്യൂ പാകിസ്ഥാൻ്റെ ഉള്ളിലുണ്ടായാൽ, അതിർത്തി തർക്കമോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുന്നിൽ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ മുസ്ലിം തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ അത് ആ വിഷയമായിട്ട് മാത്രം നിലനിൽക്കുകയും അത് ഒരു മതപരമായ രീതിയിൽ എംഫസൈസ് ചെയ്യപ്പെടാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്. ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മാൽദീവ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഇന്ത്യയുടെ ഡെമോഗ്രഫി അല്ല അവരുടേത്. അവിടെ പൂർണ്ണമായിട്ടും എല്ലാവരും അതേ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെയൊന്നും ഇന്ത്യക്കുള്ളിലുള്ളതുപോലെ ഒരു പ്രതിഭാസം, ഇവിടുത്തെ ഒരു ഡെമോഗ്രഫി കൾച്ചറൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പരമാവധി രാജ്യങ്ങൾ നിങ്ങൾ വിരൽ എണ്ണി നോക്കും. പരമാവധി രാജ്യം മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ഒറ്റ രാജ്യങ്ങളിൽ പോലും ഈ രീതിയിലുള്ള പ്രതിഭാസം നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് എവിടെയും കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയെ പാകിസ്ഥാൻ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് OIC എന്ന് പറഞ്ഞ സംഘടനയിൽ പോവുക, ഇന്ത്യയിൽ മുസ്ലിമുകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ, അതിക്രമണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 പത്രങ്ങളുടെ കുറിപ്പും നോട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി, പ്രത്യേകിച്ച് BBC, അൽ ജസീറ, ഇതേപോലത്തെ ലെഫ്റ്റ് ചിന്താഗതിയുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ അവരവരുടെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. BBCയിലൊക്കെ പാകിസ്ഥാനികളുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലാണ്. UK നിന്ന് BBC ചലിപ്പിക്കുന്നത് തന്നെ പാകിസ്ഥാനികളാണ്. UK എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പത്രങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇവർ ഈ നറേറ്റീവ്സ് ഒക്കെ ഗ്ലോബലി എത്തിക്കും. 10-30ഓളം റെസൊല്യൂഷൻസ്, 33 റെസൊല്യൂഷൻസ് ഇന്ത്യക്കെതിരെ മാത്രം OIC രാജ്യങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാ കാലത്തും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ, പരമാവധി ഇസ്ലാമിക ഡോമിനൻസ് ഉള്ള രാജ്യങ്ങളെ എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ അണിനിരത്തുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ എക്കാലത്തെയും ഉള്ള ചില തന്ത്രങ്ങളിൽ ഒന്നാണ്. മെയിൻ അജണ്ടയാണത്. അതിനെയാണ് ഇന്ത്യ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് പൊളിച്ചടുക്കി കൈ കൊടുത്തത്. അപ്പോൾ അതിൽ അഫ്ഗാനിസ്ഥാൻ്റെ പങ്ക് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ മതം നോക്കാതെയാണ് രാജ്യങ്ങളുമായിട്ട് ബന്ധം വയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് താലിബാൻ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾ പറയുന്ന ചേരിയിൽ മാത്രമേ ചെന്ന് നിൽക്കൂ, വെസ്റ്റേൺ രാജ്യങ്ങൾ പറയുന്ന സ്ഥലത്ത് മാത്രമേ ഒപ്പിടൂ, വെസ്റ്റേൺ രാജ്യങ്ങൾ പറയുന്ന സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ ഡാൻസ് കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഇടയിൽ വ്യത്യസ്തമായ ഒരു ഡിപ്ലോമസി കൊണ്ടുപോകുന്ന രാജ്യമാണ്, വ്യത്യസ്തമായ ഒരു ഫോറിൻ പോളിസി കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി മുന്നോട്ട് പോകുന്നത്. അത് അഫ്ഗാനിസ്ഥാൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രി അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ പണിയെടുക്കുകയാണ്. വളരെ ഹാർഡ് വർക്കാണ്. 2022 അത് 2021 അമേരിക്ക സെൻഡ് ഓഫ് പറഞ്ഞു പോയതിന് ശേഷം 2022 ഉടനെ തന്നെ വെറും 3 രാജ്യങ്ങൾ മാത്രമാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ചെറിയ റിലേഷൻഷിപ്പിലേക്ക് പോയത്. അതിലൊന്ന് ഇന്ത്യ, രണ്ടാമത് UAE, 3 റഷ്യ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരെ അംഗീകരിക്കുകയും ചെയ്തു. താലിബാനെ ഒഫീഷ്യൽ ഗവൺമെൻറ് ആയിട്ട് തന്നെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ഇന്ത്യയും UAEയും ശക്തമായി തന്നെ താലിബാനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു സഹായം, അപ്പോൾ ആ ഒരു 2021 അമേരിക്ക സെൻഡ് ഓഫ് പറഞ്ഞ് പോവാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും. അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. അമേരിക്ക ആണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള എയ്ഡുകളെല്ലാം കുറയ്ക്കുകയാണ്. 20 വർഷം ആ രാജ്യത്ത് യുദ്ധം നടത്തിയതാണേ. അപ്പോൾ അവർക്ക് ആ രാജ്യത്ത് സെൽഫായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു കോളനൈസേഷൻ, അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മനസ്സിലായല്ലോ ഈ താലിബാൻ, ഖൈബർ പഖ്തൂൺവ, ഈ പഷ്തൂൺ ജനങ്ങൾ, ഇവരെല്ലാം അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പോരാടുന്നത്, പാകിസ്ഥാനുമായിട്ട് അവർക്ക് എന്താണ് പ്രശ്നം, ഇതൊക്കെ നമ്മൾ ഉടനീളം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മതത്തിനും അതീതമാണ് അവരുടെ ആ ഒരു ഒറിജിൻ, അവരുടെ സ്വത്വത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടം, അവരുടെ സൊവറിനിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. അത് മതത്തിനേക്കാളും വലുതാണെന്നാണ് താലിബാൻ ഇന്ന് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്.
അത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പൊ പാകിസ്ഥാനെ പൊളിച്ചടുക്കി കൈ കൊടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 8ഓളം അറബ് രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്നിൽ ശക്തമായി അണിനിരക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ ഒരു അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീപ്പ് റൂട്ടിൽ ബന്ധമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ചില പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ വീണ്ടും ഇതേപോലത്തെ പ്രോജക്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. 2022 ഇന്ത്യൻ എംബസി അൺഒഫീഷ്യലി ഓപ്പൺ ആവുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ. നമ്മളൊരു ടെക്നിക്കൽ ടീം എന്നുള്ള നിലയിൽ, അതായത് എംബസിയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ഇതേപോലെ ടെക്നിക്കൽ വർക്കുകൾ നടത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ടെക്നിക്കൽ ടീം എന്ന് പറഞ്ഞൊരു ടീമിനെ ഇന്ത്യ അങ്ങോട്ട് അയച്ചു വെക്കുകയാണ്. ഇത് ശരിക്കും ഇന്ത്യയുടെ എംബസി ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇന്ത്യ ഒഫീഷ്യലി എംബസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണ്. അപ്പം മുതലേ അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം 2022 മുതലേ നമ്മൾ സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം എന്താണ്? 3 ബില്യണോളം നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഒരുപാട് വളക്കൂറുള്ള മണ്ണാണ്, ഒരുപാട് റെയർ എർത്ത് എലമെന്റ്സ് മിനറൽസ് ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ എന്നാൽ മുതലെടുപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ പോയിട്ട് ഞങ്ങൾ ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൈഡ് ടേബിളിൽ ഇരിക്കും, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ട്, ഈ ഒരു 3 ബില്യൺ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എഴുതി തരണം എന്നൊക്കെ ചൈന ചോദിക്കും. പക്ഷേ ഇന്ത്യ ചോദിച്ചിട്ടില്ല. അവിടെയാണ് ഇന്ത്യക്കും ചൈനയ്ക്കുള്ള വ്യത്യാസം അഫ്ഗാനിസ്ഥാൻ മനസ്സിലാക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ചൈനയെ മാറ്റി നിർത്തുന്നതിന്റെ കാരണമുണ്ട്. 2 തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ചൈന ഹാർഡ് കോർ സപ്പോർട്ടറാണ് പാകിസ്ഥാന്. രണ്ടാമത് ചൈന ഉയ്ഗൂർ മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ അവിടെ ഉപദ്രവിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഈ ബോർഡറിൽ ഈ ഉയ്ഗൂർ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ചൈനയെ എതിർത്ത് നിൽക്കുന്ന റിബൽ ടീമുകളുണ്ട് അവിടെ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ പ്രത്യക്ഷത്തിൽ അവർക്ക് അങ്ങ് ഒരു പരിധിക്കപ്പുറം വിശ്വാസത്തിലെടുക്കാൻ വയ്യ. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് ഇന്ത്യയെ അവർ കാണുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ സോഴ്സ് അവർക്ക് വളരെ വളരെ അനിവാര്യമായിട്ട് മാറുന്നത് ഇതൊക്കെ ഈ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങൾ കൊണ്ടാണ്. അഫ്ഗാനിസ്ഥാന് എല്ലാവർക്കും അറിയാം, അവർക്ക് ഒരു സീ റൂട്ടില്ല, അവർക്കൊരു പോർട്ടോ അല്ലെങ്കിൽ അവർക്ക് ചരക്ക് നീക്കം നടത്തുന്ന രീതിയിൽ ഒരു കടൽ മാർഗങ്ങൾ അവർക്കില്ല. അത് അവർക്ക് ഏറ്റവും വലിയൊരു കുറവാണ്. ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ഇതിന് പരിഹാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഹെറാത്ത് എന്ന് പറഞ്ഞ ആ ഡിസ്ട്രിക്റ്റിൽ സൽമാ ഡാം എന്ന് പറഞ്ഞൊരു ഡാം ഇന്ത്യ പണിത് കൊടുത്തിട്ടുണ്ട്. ഈ ഡാം പണിതെന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് ഡാം പണിതതല്ല. ആ ഡാം കൊണ്ട് ഏതാണ്ട് 75,000 ഹെക്ടറിലേക്കാണ് ഈ ഡാം കൊണ്ടുള്ള പ്രയോജനം. അതായത് അത്രമാത്രം അവിടെ അഗ്രികൾച്ചർക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വെള്ളം മൊത്തം 75,000 ഹെക്ടറിലേക്ക് വെള്ളം പോകുന്നുണ്ട്. അത് ഈ ഡാം പണിതത് കൊണ്ട് മാത്രമാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 42 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മില്യൺ കണക്കിൽ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരപ്രദമായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പൊതുജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങൾ തീർച്ചയായിട്ടും അതായത് അഫ്ഗാനിസ്ഥാന്റെ ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യ കയറി പറ്റിയത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ദലാറാംസഞ്ച് റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡ് പ്രോജക്റ്റ് ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനെ ചബാർ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹൈവേ റോഡാണ് പണിത് കൊടുത്തത്. അപ്പോൾ ഈ റോഡ് ഒരു ക്ലാസിക് റോഡാണ്. അവർക്ക് പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ ചബാർ പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഈ റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ചബാർ പോർട്ടിലേക്ക് എത്താൻ പറ്റും. ഇതവർക്ക് വേറെ ആരും ചെയ്തു കൊടുത്തതല്ല, ഇന്ത്യയാണ് ചെയ്തു കൊടുത്തത്. അപ്പം കടൽ മാർഗം അവർക്ക് ട്രാൻസ്പോർട്ടേഷനേ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്യത്തിന് ഒരു സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും ചബഹാർ പോർട്ട് അവർക്ക് ഒരു സീ പോർട്ട് ഓപ്പണിംഗ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴാണെങ്കിൽ ഇന്ത്യ അതിനെ 10 വർഷം 15 വർഷത്തേക്കൊക്കെ ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ആ പ്രോജക്റ്റ്. അപ്പോൾ ആ സാഹചര്യം ഏത് നേരത്തും അവർക്ക് ചബഹാർ പോർട്ട് ആക്സസബിൾ ആണ്. US സാങ്ഷൻസിനെയൊക്കെ എടുത്ത് മൂലക്കിട്ടിട്ട് ഇന്ത്യ അതിപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. US സാങ്ഷൻസ് വന്ന ദിവസം ആൾക്കാർ അയ്യോ സാങ്ഷൻ വന്നു, ഇനി ഒരിക്കലും അത് നടക്കത്തില്ല, നോക്കണം ഇന്ത്യയെ ഇങ്ങനെയാണ് അമേരിക്ക ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വളരെ സൈലന്റ് ആണ്. ഇന്ത്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ മില്യൺ കണക്കിൽ പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ പോർട്ട് എടുത്തിട്ടിരിക്കുന്നത്. നീ എന്ത് സാങ്ഷൻ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആക്കിക്കോ, ഞങ്ങളത് ഉപയോഗിക്കും. ദാറ്റ് ഇസ് ഇന്ത്യ. ഇനി കാബൂളിൻ്റെ പാർലമെന്റ് ബിൽഡിംഗ് അഫ്ഗാനിസ്ഥാൻ്റെ പുതിയ ദേശീയതയുടെ മുഖമുദ്രയായിട്ട് അവരെടുത്ത് വെച്ച് പ്രിന്റ് ചെയ്യുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പണിത് കൊടുത്ത അഫ്ഗാനിസ്ഥാന്റെ കാബൂളിലുള്ള പാർലമെന്റ് മന്ദിരം. അത് അവരുടെ നാഷണൽ സിംബലാണ്, നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റ് പോലെ. അത് എക്കാലത്തേക്കും അവരെനിപ്പോൾ വിചാരിച്ചാൽ പോലും അങ്ങനെ പണിയാൻ പറ്റില്ല. ആ രീതിയിലുള്ള വൃത്തിയായിട്ട് പണിത് കൊടുത്തിട്ടുണ്ട്. അതാണ് അവരുടെ നാഷണൽ സിംബോളിക് ആയിട്ട് ഇപ്പം മുഖമുദ്രയായിട്ട് കൊണ്ടു നടക്കുന്നത്. ചൈനയല്ല, റഷ്യയല്ല, മറ്റൊരു ഇസ്ലാമിക രാജ്യങ്ങളും അല്ല പണിത് കൊടുത്തത്, ഇന്ത്യയാണ് പണിത് കൊടുത്തത്. ഇതുപോലെ മൾട്ടിപ്പിൾ സ്കൂൾ പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യ പെൻസിൽ, സ്റ്റേഷനറി, ബുക്ക് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സാമഗ്രികളും ഈ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഫ്രീ ആയിട്ട് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സോഷ്യൽ റിഫോർമേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളിലേക്ക് ഇന്ത്യ മുന്നോട്ട് വരണം, അഫ്ഗാനിസ്ഥാനെ സഹായിക്കണം. കാരണം ഇന്ത്യയുടെ പ്ലാനിംഗ് കൊണ്ട് നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകളാണ് അവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ വാദം. മനസ്സിലായോ?
ഇതാണ് അഫ്ഗാനിസ്ഥാൻ്റെ ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യ കയറി പറ്റിയത്. അല്ലാതെ ഇന്ത്യ വെറുതെ ജസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടാഗ് ലൈൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ 2-3 റിലീജിയസ് ഡയലോഗുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉമ്മത്ത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടല്ല ഇന്ത്യ അഫ്ഗാനിസ്ഥാനികളുടെ മനസ്സിൽ കയറി പറ്റിയത്. ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് മിനറൽ ഡീൽ സൈൻ ചെയ്ത് മുന്നോട്ട് പോവാണ്. അതൊക്കെ നമുക്ക് പ്രത്യേക വീഡിയോ ആയിട്ട് നോക്കാം. ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വമ്പൻ പ്രോജക്റ്റാണ്, വൻ പദ്ധതിയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ഓയിൽ റിഫൈനറി പ്ലാന്റ് പണിയാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ഇതിനു മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തികച്ചും പാകിസ്ഥാൻ്റെയും ചൈനയുടെ പ്ലാൻ ഓൾറെഡി തന്നെ പൊളിഞ്ഞു. അത് ഇന്ത്യ ഓൾറെഡി തന്നെ വളരെയധികം ശക്തമായ രീതിയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധം വെച്ചിരുന്ന സാഹചര്യത്തിൽ തന്നെ ചൈനയുടെ പ്ലാൻ പൊളിഞ്ഞതാണ്. പാകിസ്ഥാൻ്റെ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ തവിട് പൊടിയായി കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിൽ യുദ്ധം നടത്തി, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടത്തി അവർ അറബ് രാജ്യങ്ങളോട് ശക്തമായ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചിരുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനെതിരെ നിലപാടെടുത്തില്ല. ഇന്ത്യ ആണെങ്കിൽ അഫ്ഗാനിസ്ഥാനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം. പാകിസ്ഥാൻ തികച്ചും ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. ലാസ്റ്റ് ഒരു 10 ഇയർ കൊണ്ട് ഇന്ത്യയുടെ ആ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അതായത് ഇസ്ലാമിക വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ അങ്ങ് അണിനിരത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാന് ഇന്ത്യ കൊടുത്ത മറുപടിയാണ് ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധം. ഇന്ത്യ UAE ബന്ധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 40 ബില്യൺ വർത്തുള്ള ട്രേഡാണ് ഇന്ത്യയും UAE തമ്മിൽ ഇപ്പോൾ നടക്കുന്നത്. അത് ഏതാണ്ട് വരുന്ന ഒരു 5 വർഷം കൊണ്ട് 100 ബില്യൺ ആയിട്ട് മാറ്റാനുള്ള ഉദ്ദേശത്തിലാണ് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. UAEയുടെ ഓർഡർ ഓഫ് സൈദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച അവാർഡ് തന്നെയാണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ പാകിസ്ഥാന്റെ അസൂയ എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. പാകിസ്ഥാൻ അത് കിട്ടിയിട്ടില്ല, അത് കിട്ടുകയുമില്ല. അതുപോലെ UAE ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരുപാട് പ്രോജക്റ്റുകൾ പ്രപ്പോസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല ചെറിയ പ്രോജക്റ്റുകളിലൊക്കെ ജമ്മു ആൻഡ് കാശ്മീരിൽ UAE ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ മറ്റു പല പ്രോജക്റ്റുകളിലും മാസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ഡൽഹി IITയുടെ ബ്രാഞ്ച് അബുദാബിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള നിലയിൽ ഇന്ത്യ UAE ബന്ധം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഏത് സാഹചര്യത്തിലും അഫ്ഗാനിസ്ഥാനോടൊപ്പം. അഫ്ഗാനിസ്ഥാന് ഇന്ത്യ ചെയ്യുന്ന സഹായങ്ങൾ കണ്ടിട്ടാണ് UAE ഏറ്റവും കൂടുതൽ ഒരു ഇസ്ലാമിക രാജ്യത്തിന് ഇന്ത്യ ചെയ്യുന്ന സഹായം ഈ രീതിയിൽ ഇരിക്കെ പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആന്റി ഇസ്ലാമിക് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന UAE ഉൾപ്പെടെയുള്ള മറ്റു പല അറബ് രാജ്യങ്ങൾക്കും സ്വയമേ ഒരു വിലയിരുത്തൽ നടത്തേണ്ട സാഹചര്യത്തിലേക്ക് തള്ളിയത് അവരെ. അതുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് ശക്തമായ ബന്ധമാണ്. അപ്പോൾ ഇപ്പോൾ ഓയിൽ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ട്. സൗദിയുടെ ക്രൗൺ പ്രിൻസിന്റെ അടുത്ത പദ്ധതിയാണ് വിഷൻ 2030. ഈ വിഷൻ 2030യുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അല്ല ഇന്ത്യയാണ് എന്തുകൊണ്ടും മെച്ചപ്പെട്ട പങ്കാളി എന്നുള്ള തിരിച്ചറിവുള്ള ആളാണ് MBS. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു പങ്കാളിത്തത്തിലേക്കും പാർട്ട്ണർഷിപ്പിലേക്കും തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഡീൽ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് പാകിസ്ഥാന്റെ ഡീലിനെ എടുത്ത് ചവിട്ടോട്ടയിൽ ഇട്ടിട്ട് ഇപ്പോൾ അമേരിക്കയുടെ സൈഡിലേക്ക് പോയിരിക്കുകയാണ് സൗദി അറേബ്യ. അത് കഴിഞ്ഞ് നോക്കൂ ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാന്റെ ചബഹാർ പോർട്ട് നമ്മളുടെ ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പൊൻതൂവലാണ് ചബഹാർ പോർട്ട്. കാരണം നമ്മൾ ചബഹാർ പോർട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് കിടക്കുന്ന ഗാദാർ പോർട്ട് എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടിൽ ചൈനീസിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഏഷ്യയിലേക്കുള്ള ഒരു ഗേറ്റ് വേ കൂടിയാണ് ഇന്ത്യക്ക്. അതാണ് ഇന്ത്യ നേടിയ ഒരു ചബഹാർ പോർട്ട്. ഇറാനുമായിട്ടുള്ള ബന്ധം. നമ്മളൊരു ഇസ്ലാമിക രാജ്യം, അതും തീവ്രവാദികളെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു രാജ്യവുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേറെ കുറച്ച് നേട്ടങ്ങളാണ് ഞാനിവിടെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെയും കുറേ രാജ്യങ്ങളുണ്ട്, അവരുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. അവരുടെ ബന്ധങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇന്ത്യ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്, അതിന് ഇന്ത്യക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്, അത് വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. അല്ലാതെ നോട്ട് ഓൺലി യൂറോപ്പ്, അമേരിക്ക ഇത് മാത്രമല്ല ലോകം മറ്റൊരു സൈഡിലും കൂടി ഉണ്ട്. ആ സൈഡിലും കൂടി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ഡീപ്പ് റൂട്ടിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഐ ഓപ്പണിംഗ് വീഡിയോ ആയിട്ട് മാറും, അത് ഉറപ്പാണ്. ഈ മാതൃകയിൽ നമ്മളുടെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറില്ല. അപ്പോൾ എല്ലാ കാലത്തും നമ്മൾ ഇസ്രായേലുമായിട്ട് ബന്ധം വയ്ക്കുമ്പോഴും അമേരിക്കയുമായിട്ട് ബന്ധം വയ്ക്കുമ്പോഴും നമ്മൾ ഇറാനുമായിട്ടുള്ളൊരു ബന്ധം വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ യുണീക്കായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈജിപ്റ്റുമായിട്ടുള്ള ബന്ധം വളരെ യുണീക്കാണ്. ഈജിപ്റ്റുമായിട്ട് നമുക്ക് മിലിറ്ററി അതേപോലെ സെക്യൂരിറ്റി തലത്തിലുള്ള സഹകരണങ്ങളാണ് ഈജിപ്റ്റുമായിട്ടുള്ളത്. ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയെ നമ്മൾ ഒരു റിപ്പബ്ലിക്കൻ ഡേ പരേഡിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിക്കുന്ന ഓരോ നേതാക്കൾക്കും ഡിപ്ലോമാറ്റിക് പരമായിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ചീഫ് ഗസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും അവരെ ക്ഷണിക്കുന്നതും. ഈജിപ്റ്റ് ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സൂയസ് കനാൽ ആ ഒരു ട്രേഡ് റൂട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈജിപ്തിൻ്റെ സഹകരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്ക്. ഇന്ത്യ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ട്രേഡ് എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഈജിപ്തും ഇന്ത്യയും തമ്മിൽ ചേർന്ന് രാജസ്ഥാൻ ഡെസേർട്ടിൽ എപ്പോഴും മിലിറ്ററി ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ഈജിപ്തിൻ്റെ ഡെസേർട്ടുകളിൽ സൈനായിലും പോയി നമ്മൾ ട്രെയിനിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബാക്ക് ടു ബാക്ക് രണ്ട് രാജ്യങ്ങളും വളരെയധികം ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ഈജിപ്റ്റ് മുന്നോട്ട് വരില്ല.
തീർച്ചയായിട്ടും ഇന്ത്യയുടെ സൈഡിലാണ് ഈജിപ്ത് നിലനിൽക്കുന്നത്. ഇതൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അതിൻ്റെയൊക്കെ കാരണം എന്താണ്? പാകിസ്ഥാൻ്റെ പ്രൊപ്പഗൻഡയെ നമ്മൾ തച്ചുടച്ച് കളഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. പറയുന്ന അടുത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ട രാജ്യമാണ് ഒമാൻ. ഒമാനിലെ ഒരു പോർട്ട് അത് നമ്മൾ ഇന്ത്യൻ മിലിറ്ററിക്ക് തന്നെ ഒമാൻ തന്നിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി അതേപോലെ ഇന്ത്യൻ നേവിയൊക്കെ എപ്പോഴും ഏത് സമയത്തും നേവിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്സസ് തന്നിരിക്കുന്ന രാജ്യമാണ് ഒമാൻ. 2018 മുതൽ ഒമാന്റെ തീരത്തുള്ള പോർട്ട് ഇന്ത്യ ഉപയോഗിക്കുകയാണ്. അതാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന വളരെ തന്ത്രപ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇന്ത്യ ഈ ഒരു പോർട്ട് ആക്സസ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കോണം. മറ്റുള്ള ഒരു രാജ്യങ്ങൾക്കും കിട്ടാത്ത രീതിയിലുള്ള ആക്സസിങ് ഫെസിലിറ്റിയാണ് ഇന്ത്യ നേടിയിരിക്കുന്നത് അവിടെ. ഇതിന് കാരണം എന്താണ്? ഒമാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം. ഒമാനുമായിട്ട് ഇന്ത്യക്ക് വളരെ ദീർഘകാലത്തെ ബന്ധമുണ്ട്, ചരിത്രപരമായി തന്നെ ബന്ധമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരന്തരം ഇന്ത്യയെ ആന്റി ഇസ്ലാമിക് എന്നുള്ള രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ മുഖത്തേക്ക് കേൾക്കുന്ന തിരിച്ചടിയാണ് ശരിക്കും ഈ രീതിയിലുള്ള ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ബന്ധം. ഇത് എത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രാജ്യങ്ങളെയും ഈ മതത്തിന്റെ കാർഡ് ഇറക്കിക്കൊണ്ട്, റിലീജിയസ് കാർഡ് ഇറക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ വർഷങ്ങളായിട്ട് അവർ നടത്തിയിരുന്ന ആ ഒരു കുരുട്ടുബുദ്ധി. അടുത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ശക്തമായി ബന്ധം വെച്ചിരിക്കുന്ന മറ്റൊരു മെജോറിറ്റി പോപ്പുലേഷൻ, ഇസ്ലാമിക് പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയുമായിട്ട് ഇന്ത്യക്ക് വളരെ ശക്തമായ ബന്ധമുണ്ട്. ഇന്തോനേഷ്യയുടെ പ്രഭുവോ സുബിയാന്തോയാണ് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ത്യ ക്ഷണിച്ചിരുന്നത്. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം എന്ന് പറഞ്ഞാൽ $30 ബില്യൺ വർത്ത് വരുന്ന ട്രേഡാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് താല്പര്യപ്പെടുന്ന രാജ്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഫിലിപ്പൈൻസിന് ഇന്ത്യ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്. ആ സപ്പോർട്ട് മാതൃകയിലുള്ള ഒരു സപ്പോർട്ട് ഇന്തോനേഷ്യക്ക് വേണമെന്നാണ് ഇന്തോനേഷ്യ ആവശ്യപ്പെടുന്നത്. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയെ മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഏഷ്യൻ സൈഡിൽ ചൈനയെ എതിർത്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയെ അവരുടെ പാർട്ണറായിട്ട്, പ്രത്യേകിച്ച് ഡിഫൻസ് പാർട്ണറായിട്ട് വേണമെന്ന് ഇന്തോനേഷ്യ ആഗ്രഹിക്കുന്നത്. ശരിയായിട്ട് ഇന്തോനേഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അത് ശരിക്കും ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ള സുമദ്ര ഐലൻഡുകളുടെ വളരെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സ്ഥലങ്ങളാണ്. ലിറ്ററലി ഇന്ത്യയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ ബന്ധമുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും ഇന്തോനേഷ്യയും. അതിനടുത്ത രാജ്യം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഖത്തർ വളരെയധികം ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ്. ആ നയതന്ത്ര ബന്ധം ഏത് രീതിയിലാണ് ശക്തമായി മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 8 ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥരായിട്ട് പണിയെടുത്തിരുന്ന ആൾക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന രാജ്യമാണ് ഖത്തർ. എസ്പിനോജ് എന്ന് പറഞ്ഞ ആ ഒരു സ്പൈ കേസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം ഖത്തർ ആ ഒറ്റ വിസിറ്റിൽ തൂക്കുകയറിന് വിധിച്ചിരുന്ന ആൾക്കാരെ റിലീസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്ത്യക്കുള്ളിലേക്ക് പറഞ്ഞയച്ചത്. എന്നിട്ട് ഖത്തർ രാജാവ് ഇന്ത്യ വിസിറ്റ് ചെയ്യുകയും ഏതാണ്ട് $76 ബില്യൺ വർത്ത് വരുന്ന എഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തത്. വരുന്ന 2048 വരെ ഇന്ത്യക്ക് LNG സപ്ലൈ, കുറഞ്ഞ നിരക്കിൽ LNG സപ്ലൈ ചെയ്യാമെന്നുള്ള ആ ഒരു എഗ്രിമെന്റും കൂടി ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ട് രാജ്യങ്ങളും. അതിലൂടെ ഖത്തറും ഖത്തറിന്റെ ബിസിനസ് ഉറപ്പിക്കുകയാണ്. ഇന്ത്യക്കും ഇന്ത്യയുടെ നീഡ്, ആ ഒരു എനർജി നീഡ് ഇന്ത്യ അവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വളരെയധികം ഡീപ്പായിട്ടുള്ള നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഖത്തറും ഇന്ത്യയും. ഇനി ഇവിടെ എങ്ങാനും പോയിട്ട് പാകിസ്ഥാന് ഈ റിലീജിയസ് കാർഡ്, സോ കോൾഡ് കാർഡ് ഇറക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ പാകിസ്ഥാനെ നിരുപാധികം തൂത്തുപിറക്കി കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. ഒരു ബുള്ളറ്റ് പോലും ചിലവാക്കിയിട്ടില്ല. ഇങ്ങനെയാണ് നമുക്ക് ഒരു ബുള്ളറ്റ് പോലും ചിലവാക്കാത്ത രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് വാർഫെയർ നമുക്ക് ഹാൻഡിൽ ചെയ്ത് നമ്മുടെ ശത്രുവിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്ത്യ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ റിലേഷൻഷിപ്പ് ഡിപ്ലോമസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഡീപ്പ് റൂട്ടഡ് ഡിപ്ലോമാറ്റിക് ഫൈലാണ് നമ്മൾ ക്രാക്ക് ഡൗൺ ചെയ്തത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യ എന്താണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസിയായിട്ടുള്ള അതിൻ്റെ തൊട്ടടുത്ത് അയൽവാസിയായിട്ട് കിടക്കുന്ന അതേ ഇസ്ലാമിക കോർ ബിലീവ് ഉള്ള രാജ്യമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ, ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം സെക്യൂരിറ്റിയാണ് ഞാൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അഫ്ഗാനിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യമായിട്ടും അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും അതിലൂടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ എല്ലാം വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുകയാണ് പാകിസ്ഥാൻ. അതിലൂടെ ഗാസയെ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള വക്താവായി മാറിയ പാകിസ്ഥാൻ. അങ്ങനെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഫേസ് ഇസ്ലാമിക ലോകത്ത് മാറിയിരിക്കുന്നത്. ഇതാണ് പാകിസ്ഥാന്റെ പുതിയ ടാഗ് ലൈൻ, ബീട്രയർ. മനസ്സിലായി? അവർ എപ്പോഴും തിരിഞ്ഞു കുത്തുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ രീതിയിൽ അഫ്ഗാനിസ്ഥാന്റെ സൈഡിൽ നിന്ന് അടി മേടിച്ച് കൂട്ടുമ്പോഴും ഒറ്റ മനുഷ്യന്മാർ പോലും അതിനെ സപ്പോർട്ട് ചെയ്യാത്തതും അവരെ പോയി പിന്തുണയ്ക്കാത്തതും പാകിസ്ഥാനോടൊപ്പം നിന്ന് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നിലപാടെടുക്കാത്തതും. ഇതാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ കൊണ്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഡിപ്ലോമാറ്റിക് ഗെയിം. അത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ബിയോണ്ട് ദിസ് ലെവലിൽ ഒരുപാട് ഇന്റലിജൻസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും ഒരു ഔട്ട്ലൈൻ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ ഡിപ്ലോമാറ്റിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.